ഉത്തമനായ ഒരു സ്ഥാനാർത്ഥിയോടെ മത്സരിക്കുകയാണ്. ഊതിക്കാച്ചിയ പൊന്നുപോലെയാണ് സരിൻ എന്ന് ഞാൻ പറയുന്നു. എങ്ങനെ ഉത്തമനായ ഒരു സ്ഥാനാർത്ഥിയോടെ മത്സരിക്കുകയാണ്. ഊതിക്കാച്ചിയ പൊന്നുപോലെയാണ് സരിൻ എന്ന് ഞാൻ പറയുന്നു. ആ പോട്ടെ വണ്ടി പോട്ടെ ടിങ് ടിങ്. ഉത്തമനായ ഒരു സ്ഥാനാർത്ഥിയോടെ മത്സരിക്കുകയാണ്. ഊതിക്കാച്ചിയ പൊന്നുപോലെയാണ് സരിൻ എന്ന് ഞാൻ പറയുന്നു. എഴുതാൻ വൈകിയ ആത്മകഥയിലെ ഏഴഴുക്കുള്ളൊരു നായകൻ നീ, എന്നനുരാഗ പരിപ്പുവടയിലെ ഇന്നലെ വന്ന കട്ടൻ ചായ നീ, ഹൃദയ സരസിലെ പുതിയ പുഷ്പമേ, ഇനിയും നിൻ കഥ തുടരും. സരിൻ ഉത്തമൻ, യോഗ്യനായ സ്ഥാനാർത്ഥി, ഊതിക്കാച്ചിയ പൊന്ന് പുകഴ്ത്തി EP ജയരാജൻ. സരിൻ്റെ മനസ്സെപ്പോഴും ഇടതുപക്ഷ മനസ്സാണെന്ന് EP ജയരാജൻ. ഇടത്തരം കർഷക കുടുംബത്തിൽ ജനിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയ സരിൻ ഉത്തമനായ സ്ഥാനാർത്ഥിയാണെന്ന് EP ജയരാജൻ. കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോഴും ഇടതുപക്ഷ മനസ്സായിരുന്നെന്നും ജയരാജൻ പറയുന്നു. തൊഴിലാളികളുമായും ഇടതുപക്ഷക്കാരുമായും നല്ല സൗഹൃദമായിരുന്നു. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി സരിനെ ജയരാജൻ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരുന്നപ്പോൾ മഴയ്ക്ക് പോലും പിടിച്ചില്ല. മഴ തിമിർത്തു പെയ്തു. അതോടെ യോഗം നിർത്തി. ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഏറ്റവും യോഗ്യനായ നല്ല ചെറുപ്പക്കാരനെയാണ് മത്സരിപ്പിക്കുന്നതെന്ന് നേരത്തെ വാർത്താ സമ്മേളനത്തിലും ജയരാജൻ സരിനെ പുകഴ്ത്തിപ്പാടിയിരുന്നു. ജനസേവനത്തിനാണ് അദ്ദേഹം ഉയർന്ന ജോലി ഉപേക്ഷിച്ചത്. അദ്ദേഹം വിശ്വസിച്ച കോൺഗ്രസ് പാർട്ടി വർഗീയതയുമായി കൂട്ടുചേർന്ന് വ്യക്തി താൽപ്പര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് വിയോജിച്ചത്. പാലക്കാടിനെ ഐശ്വര്യപൂർണമാക്കാൻ ആശയങ്ങളുള്ളയാളാണ്. പാലക്കാട്ടെ ജനതയുടെ മഹാഭാഗ്യമാണ് സരിനെന്നും ജയരാജൻ പുകഴ്ത്തിപ്പാടി. നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. അന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടര് ഇപ്പോ മാപ്പു നൽകൂ മഹാമയേ, മാപ്പു നൽകൂ ഗുണനിധേ. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രചന്ദ്രന് എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് UDF സർക്കാർ കൊണ്ടുവന്ന സീപ്ലെയിൻ, അന്ന് LDF അതിനെ ശക്തമായിട്ട് എതിർത്തു. ആ LDFിനോട് നമുക്കും ഒരു നീരസം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ യഥാർത്ഥ സത്യം അറിഞ്ഞപ്പോൾ ഇപ്പോൾ LDFിനോട് നമുക്ക് വല്ലാത്ത ഒരു ആദരവാണ്. ഈ പറയുന്നൊന്ന് കേട്ടു നോക്ക്. പാവം, സത്യം പറഞ്ഞ കണ്ണ് നിറഞ്ഞു പോകും. മുമ്പത്തെ സീപ്ലെയിൻ ജനാധിപത്യ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ സീപ്ലെയിൻ ആയിരുന്നു. UDFിൻ്റെ സീപ്ലെയിൻ. LDFിൻ്റെ സീപ്ലെയിൻ ജനാധിപത്യ ജനകീയ സീപ്ലെയിനാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അതുമാത്രമല്ല, കുറച്ചുകൂടി വിശദീകരിച്ച് നമ്മുടെ MV ഗോവിന്ദൻ മാഷും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അന്ന് ഇതിനെ എതിർത്തതെന്ന്. എല്ലാത്തിനെയും എക്കാലത്തും എതിർക്കാൻ പറ്റുമോ? സീപ്ലെയിൻ പദ്ധതി വളർച്ചയുടെ ഒരു ഭാഗമാണ് എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ മാഷേ, അന്ന് ഇതിനെ എതിർത്തതോ? മുൻപ് കൊണ്ടുവന്ന സീപ്ലെയിനിന് വൈപ്പറില്ലായിരുന്നു, അതാണ് എതിർത്തത്. ഇതിലാണെങ്കിൽ പ്രത്യേകിച്ച് ഹാർമാൻ്റെ മ്യൂസിക് സിസ്റ്റവും മുൻപിലും പിറകിലും വൈപ്പറും ഉണ്ട്. ലാൻഡ് ചെയ്യുമ്പോൾ മീനുകൾക്ക് മാറി നിൽക്കാനുള്ള ഇൻഡിക്കേറ്ററും അലാറവും ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അതിനെ എതിർത്തിട്ട് വല്ല കാര്യമുണ്ടോ?
വെള്ളരിക്കാപട്ടണവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.